നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പണ്ട് എവിടെ പോയാലും അമ്മയോട് പറയാതെ പുറത്തു പോവില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതോടെ അമ്മ വേണ്ടാതായി. മിക്കവാറും തിരികെ വരുമ്പോ ജഗന്റെ തോളത്ത് ആ അനാഥ കൊച്ചു ദേയും കാണും. വൈകിട്ട് നമുക്ക് പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ടുവരാം. എന്താ അതുപോലെ? അതെ, പുറത്തു പോകുന്നെങ്കിൽ ഞാനും മോളും കൂടെ പോയിക്കോളാം. ഞങ്ങൾക്ക് ആരുടെയും കൂട്ടൊന്നും വേണ്ട. അത് വേണ്ട, ജഗനങ്ങളും വേണം. പ്ലീസ് അമ്മേ, ജഗനങ്ങളും കൂടി വരട്ടെ. ജഗനങ്ങളില്ലെങ്കിൽ ഒരു രസവും ഇല്ല. ജഗനങ്ങളില്ലെങ്കിൽ ദിയമോൾ എങ്ങോട്ടും പോകുന്നില്ല. ദേ, നിനക്കിപ്പോ നിർബന്ധം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. മോള് വിഷമിക്കണ്ട. മോളും വന്ദനാമയും എവിടെ പോയാലും അങ്കിളും കൂടെ കാണും. പോരെ? കൂടെ കൂട്ടിയില്ലെങ്കിൽ പുറകെ കാണും. അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. ചിലര് ശാഠ്യം പിടിച്ചാലേ നമ്മൾ കൂച്ചു വിലങ്ങിട്ട് തളയ്ക്കണം. മനസ്സിലായി. ജഗനങ്ങള് വന്ദനമ്മയുടെ കഴുത്തില് കെട്ടിയ പോലെ അല്ലേ? അമ്പടി കളി. ചായ. ഈ വീട്ടില് വേറെയും കുറച്ചുപേരുണ്ടല്ലോ, ആരെയും കാണാനില്ല. വേറെ ആരും ഇല്ല ഇവിടെ. അമ്മ എന്നെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്. അതല്ല, ഈ വീട്ടിലെ പുതിയ താമസക്കാരെയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അവരിവിടെ ഇല്ല. ഇല്ലേ? ഇന്നലെ രാത്രി തന്നെ വന്ദന ഇവിടുന്ന് പോയി. വന്ദന പോയിന്നോ? നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ കണ്ട കാര്യം പറഞ്ഞതാ. ഇന്നലെ രാത്രിയില് അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടായി. ബഹളം കേട്ട് ഞാൻ വന്ന് നോക്കിയപ്പോ വന്ദന ഇറങ്ങി പോകുന്നതും കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ അവളുടെ പിന്നാലെ വാലാട്ടിക്കൊണ്ട് ജഗനും പോയി. കൊള്ളാം. മാതൃകാ ദമ്പതികള്. ദാ വന്നു, ദേ പോയി. അവരെന്തിനാ വഴക്കിട്ടത്? വ്യക്തമായിട്ടൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ വഴക്കിന്റെ കാരണം ദിയമോളായിരുന്നു. ആ എരണം കെട്ടതിനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് അവള് പറഞ്ഞു കാണും. എനിക്ക് കേട്ടിട്ട് അങ്ങനെ അല്ല തോന്നിയത്. പിന്നെ ഇരുവരുടെയും സംസാരം കേട്ടിട്ട് വന്ദനേക്കാളും കൂടുതല് ആ ദേവിയുടെ സ്നേഹം ജഗനാണെന്നാ എനിക്ക് തോന്നുന്നത്. ദിയമോളെയും കൂട്ടി ഇങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജഗനാവാനേ സാധ്യതയുള്ളൂ. അവര് പോകുന്നത് കണ്ടിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേ? അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നി. അമ്മേ, ജഗനിപ്പോ അമ്മ വിചാരിക്കുന്ന ആളൊന്നും അല്ല. അവനാ വന്ദന പറയുന്നതേ കേക്കൂ. അല്ലെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ ആരോടും ഒരു വാക്കും പറയാതെ ഇറങ്ങി പോവുമായിരുന്നോ? പണ്ട് എവിടെ പോയാലും അമ്മയോട് പറയാതെ പുറത്തു പോവില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതോടെ അമ്മ വേണ്ടാതായി. മിക്കവാറും തിരികെ വരുമ്പോ ജഗന്റെ തോളത്ത് ആ അനാഥ കൊച്ചു ദേയും കാണും. വിദ്യേ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളമ്മേ. പിടി.
ജഗനും ദിയയും തമ്മിൽ ഉടക്കി പിരിയണം. അല്ലെങ്കിൽ ആ പരട്ട കുഞ്ഞിന്റെ ബാധ്യത കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ ഇതൊരു സത്രമാവാൻ അധികം താമസമൊന്നും വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദിയ എന്റെ മോള, എന്റെ മാത്രം മോള്. അവളുടെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം എടുക്കരുത്. അതെനിക്കിഷ്ടമല്ല. ഇന്നലെ രാത്രി കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോണെന്ന് വാശി പിടിച്ചത് ജഗനാണ്. അതാ അവൾ ഇന്നും പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. അത് കൊള്ളാം. പുറത്തു പോണെന്ന് വാശി പിടിച്ചത് ദിയമോളല്ലേ? മോള് വാശി പിടിച്ചപ്പോ കൊച്ചു കുഞ്ഞല്ലേ, അത് നടത്തി കൊടുക്കാന്ന് വിചാരിച്ചതാണോ തെറ്റ്? എനിക്കത് ഇഷ്ടമല്ലെങ്കിലോ? ഇവിടെ ദിയമോളുടെ ഇഷ്ടം വേണ്ടേ നമ്മൾ നോക്കാൻ? കരഞ്ഞ് നിലവിളിച്ചിരുന്ന ദിയമോളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇന്നലെ രാത്രി നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങി തിരിച്ചത്? എനിക്ക് നിങ്ങളുടെ ഉള്ളിലിരിപ്പൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഭർത്താവിന്റെ റോള് കളിക്കാൻ എന്റെ മകളെ കരുവാക്കാൻ നോക്ക നിങ്ങള്. ജഗ, ഒരു കാര്യം ആലോചിച്ചോ, എനിക്ക് ജന്മത്തിൽ നിങ്ങളെ ഭർത്താവായിട്ട് കാണാൻ കഴിയില്ല. വയസ്സായ അച്ഛനും അമ്മയും വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഈ വേഷം കെട്ടി ആടുന്നത്. അധിക നാൾ ഈ വേഷം കെട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിപ്പോഴും എന്നെ കൊണ്ട് അടിച്ചു വെപ്പിക്കരുത്. ജീവിതം തന്നെ ഒരു നാടകമാണ് വന്ദനെ. ക്ലൈമാക്സ് ഞാനോ വന്ദനയോ തീരുമാനിക്കുന്നതല്ല, അത് മുകളിലിരിക്കുന്നവൻ തീരുമാനിക്കുന്നതാ. ദിയമോളുടെ കാര്യം തന്നെ ചിന്തിച്ചാൽ വന്ദനയ്ക്ക് മനസ്സിലാവും. വന്ദനയുടെ വയറ്റിൽ പിറന്നവളല്ല ദിയമോള്. ഞാൻ നേരത്തെ പറഞ്ഞ ആളെഴുതിയ നാടകത്തിലെ ഒരു രംഗമാണ് വന്ദന ഇപ്പോൾ കെട്ടി ആടിക്കൊണ്ടിരിക്കുന്നത്. ആർക്കോ പിറന്ന ദിയമോളുടെ അമ്മവേഷം. എനിക്ക് നിന്റെ ഫിലോസഫി ഒന്നും കേൾക്കണ്ട. എനിക്കെന്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് എന്റെ മകളാണ്. അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. അതെ, അറിയാം. ദിയമോളുടെ സന്തോഷമാണ് വന്ദനയുടെ സന്തോഷം. വന്ദനയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ഈ സന്തോഷം കാണാനാ ഞാൻ ജീവിക്കുന്നത് തന്നെ. വന്ദന പറഞ്ഞില്ലേ, വന്ദന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദിയമോളെയാണെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.